കൃഷ്ണ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെ വെറുക്കുന്നത്? നാട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ അച്ഛനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ അത്ര ഐക്യത്തിലല്ല. അന്ന് വലിയ കാര്യത്തില് എന്റെ ഫാമിലി അത് ഇതൊന്നും ഒരുപാട് ഡയലോഗ് അടിച്ചല്ലോ. വാട്ട് ഇസ് ഇറ്റ്? നിഷ, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എൻ്റെ ആൻറ്റിയുടെ മകൻ കൃഷ്ണയോടൊപ്പമായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ വാലെന്ന് പറഞ്ഞ പോലായിരുന്നു. എന്നെക്കാളും വലിയ വാൽ അവനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ നാട് മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. കൃഷ്ണ വേണ്ടാതിനുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവൻ തീ കത്തിച്ചാൽ അടി കൊള്ളുന്നത് എനിക്കായിരുന്നു. നിഷ, ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ മുന്നേ എന്നെ അടിക്കുമായിരുന്നു. കൃഷ്ണ എപ്പോൾ തെറ്റ് ചെയ്താലും അടി കൊള്ളുന്നത് എനിക്കായിരുന്നു. ഒരു കുടുകുടുപ്പക്കാരൻ്റെ അടുത്ത് 10 രൂപയ്ക്ക് നിന്നെ മേടിച്ചാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ വലിയ വീട്ടിലെ കൊച്ചൊന്നും അല്ല. നീ വലിയ വീട്ടിലെ പയ്യനല്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അങ്കിൾ മരിച്ചതിന് ശേഷം ആൻറ്റി ഒരു നല്ല അവസ്ഥയിലായിരുന്നില്ല. കൃഷ്ണ എൻ്റെ അമ്മ എന്നെക്കാളും നന്നായി നോക്കി. മുൻപൊക്കെ എന്നെ കുളിപ്പിച്ച് എനിക്ക് ഭക്ഷണം തന്നിട്ടിരുന്ന എൻ്റെ അമ്മ എന്നെ മറന്നിട്ട് കൃഷ്ണയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താടാ, എന്തിനാ എന്നെ അങ്ങനെ ആ പേരിൽ വിളിക്കുന്നത്? മദ്യപിക്കുന്നത് തെറ്റാണ്, പക്ഷെ നിങ്ങൾ മദ്യപിക്കുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. അച്ഛനൊരു പുതിയ കാറ് വാങ്ങി. ആ കാറിനകത്ത് ഞാനും കൃഷ്ണയും കൂടി കയറി ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണ കാർ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കാറിനകത്ത് നിന്ന് പുറത്തു വരാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. വെള്ളത്തിനടിയിൽ എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി. ആദ്യം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ കൃഷ്ണയാണ് ആദ്യം രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോയത്. എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ കാണുന്ന ഇഷ്ടമല്ലായിരുന്നു. കൃഷ്ണയാണ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇവിടെ നോക്ക് പച്ചരമണി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സ്നേഹമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ കൂടെ ജീവിക്കേണ്ടെന്നൊരു തീരുമാനമെടുത്ത് ഞാൻ ആ വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാതെ ഞാൻ കിടന്നു. എണീക്കടാ, നിന്റെ മേലെ ചൂടുണ്ടല്ലോ. ഇത് പിടി, ഇത് കഴിക്കടാ. എനിക്കെന്തെങ്കിലും ജോലി തന്നാൽ ഞാനിത് കഴിക്കാം. നീ വലിയ കുട്ടിയായല്ലോ, പണിയെടുക്കണമെങ്കിൽ നല്ല ശക്തി വേണം ശരീരത്തിന്. നീ ഇത് ആദ്യം കഴിക്കടാ. അന്നു മുതൽ മല്ലയെ ഞാൻ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. നിഷ, ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അച്ഛാന്ന് വിളിച്ചിട്ട് എത്ര കാലങ്ങളായെന്നറിയോ? എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന നിന്റെ ആ ഗുണമുണ്ടല്ലോ, ആക്ച്വലി അത് നിന്റെ അച്ഛൻ്റെയാണ്. അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. സൂര്യ, നിനക്ക് നിന്റെ അച്ഛനോട് സ്നേഹം കാണിച്ചാൽ എന്താ? ഇത്തവണ എൻ്റെ പ്ലാൻ മിസ്സാവില്ല സുബി, തീർക്കും ഞാൻ. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ആരുടെ വാക്കിനാണ് കൂടുതൽ വില കൽപ്പിക്കാറുള്ളത്? സ്ത്രീകളുടെ. അന്ന് ആ ടീച്ചർ എന്താ പറഞ്ഞത്? ആ കള്ളുകുടിക്കാരൻ രാജുവിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല, അവനെ കംപ്ലൈന്റ് ചെയ്ത് അകത്താക്കണം. ആ ടീച്ചറെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ആ രാജുവിൻ്റെ വീക്ക്നെസ് എന്താ? മദ്യം. രാജുവിനുള്ള മദ്യം നമ്മുടെ അടുത്തുനിന്ന് പോകണം. ആ ടീച്ചറെ മയക്കി ജനങ്ങൾ കാണുകെ ചുവന്ന കാറിൽ കടത്തിക്കൊണ്ടുപോകണം. രാജു മദ്യപിച്ചുറങ്ങുന്ന സമയത്ത് ആ ടീച്ചറെ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തണം. നാട്ടുകാർ മുഴുവൻ ഇത് കാണണം. രോഷാകുലരായ ജനം ആ രാജുവിനെ തല്ലിച്ചതച്ച് കൊല്ലണം.
ചേട്ടാ കാറെല്ലാം കത്തിച്ചു. കത്തിക്കട്ടെ. വീട്ടിന്റെ അകത്തേക്ക് പോവാണ്. തീർന്നടാ കിളവൻ. പുറത്ത് വലിച്ചോടൊന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ രാജുവിനെ ജനങ്ങൾ തല്ലി കൊല്ലി. എടാ മണ്ടച്ചാ, എടാ വിവരമില്ലാത്തവനെ, വലിയ പ്ലാനൊന്നും ഉണ്ടാക്കാതെ നിന്റെ അനിയനെ അവിടെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പോയി അവന്റെ ജീവൻ രക്ഷിക്കുക. എന്റെ അനിയനാടാവൻ, അവനെ നിങ്ങൾ തല്ലുവല്ലേ? ഞങ്ങളുടെ പെണ്ണിനെ തൊട്ട നിന്റെ ആങ്ങളെ ഞങ്ങൾ എല്ലാരും ചേർന്ന് വെറുതെ വിടുമെന്ന് കരുതി വന്നേ. അവനെ കൊന്ന് കുഴിച്ചു മൂടും ഞങ്ങൾ. ലൈനിലാണ്. ഹലോ ബാബു, എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ലോയർ സുബ്ബു വിളിച്ച് ബാബുവിന്റെ അനുജന്റെ കേസ് വന്നിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് തല്ലിയിട്ടുണ്ട്. ചിലപ്പം മരണം സംഭവിക്കുന്നു പറഞ്ഞു. വെള്ളം എടുത്തോണ്ട് വാ മോനെ. കണ്ണൂർക്ക് ഇങ്ങോട്ട് നോക്ക്. വെള്ളം കുടിക്ക. എന്താ സുബ്ബു, താനും തന്റെ മോളും തമ്മില് എന്താ പ്രശ്നം? കാര്യം എന്താ? അവള് വീട് വിട്ടു പോയി. ഓ, ഈടെയായിട്ട് നിന്റെ വിഷമങ്ങളൊന്നും എന്നോട് പറയുന്നില്ലല്ലോ സുബ്ബു. അവൾ എനിക്ക് മോളല്ല, ഞാൻ അവളുടെ അച്ഛനുമല്ല. ആ സൂര്യയാണ് നിന്റെ മരുന്ന്. ആ വലിയ വീട്ടിൽ രാജുവാണ് പുതിയ ബന്ധു അല്ലേ? ബാബു, ഇതൊക്കെ വിട്ടേ. എന്റെ അനുജന്റെ മരണത്തിന് കാരണക്കാർ നീയും ആ സൂര്യയുമാണ്. നിങ്ങൾ വെറുതെ വിടണമെന്നോ? നിന്നെയൊക്കെ. ഓ, ലാസ്റ്റ് കോൾ മരുമോനാണല്ലോ പോയിരിക്കുന്നേ. പറയുമെങ്കിൽ ഇത് നിന്റെ അമ്മായി അച്ഛനല്ലടാ, ബാബുവാ. ഏയ് ബാബു. യെസ്, ബാബു, കേബിൾ ബാബു. മരുമോനും അമ്മായി അച്ഛനും ചേർന്ന് എന്റെ അനുജനെ കൊന്നുവല്ലേ? അവൻ പോയടാ, എന്നെ വിട്ട് അവൻ പോയി. വലിയ വീട്ടിൽ ഒരാണ് പോലും ജീവനോടെ ഉണ്ടാവില്ലടാ. എല്ലാത്തിനെയും ഞാൻ പൊക്കും. കൃഷ്ണ, രാജു, എല്ലാത്തിനെയും ഞാൻ കൊന്നിരിക്കും. അവിടെ ഒരു ആണ്ടരിനെ ഉണ്ടാവരുത്. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. മരണം നിന്റെ വീടിന്റെ വാതുക്ക വന്ന് നിൽക്കുന്നുണ്ടടാ. സാറേ, സൂര്യ ഫോൺ ചെയ്തിട്ടുണ്ട്. സംസാരിക്ക്. ഫുൾ ലവിലാണ് ഇപ്പോ. ആ സൂര്യ, അങ്കിൾ എടുത്ത് ഫോൺ കൊടുത്തേ. അവൻ ഇപ്പൊ അങ്ങോട്ട് പോയല്ലോ. അങ്കിളിനെ വിളിക്കുക, എങ്ങോട്ട് പറഞ്ഞു വിടല്ലേ? ആദ്യം എന്താ കാര്യം എന്ന് പറ. നിങ്ങൾ തോട്ടത്തിൽ വീട്ടിലിരിക്കാതെ എങ്ങോട്ടെല്ലാം മാറ്. എന്താ പറ്റിയ ഇപ്പോ? കൃഷ്ണനെ നിങ്ങളെ കൊല്ലാൻ പോവാ, പറ്റുമെങ്കിൽ രക്ഷിച്ചോളം പറഞ്ഞ് ബാബു ഇപ്പഴാ ഫോൺ ചെയ്തേ. അതിന് എന്റെ തോട്ടം വിട്ട് ഞാൻ ഓടണോ? നിനക്ക് നിന്റെ അച്ഛന്റെ പുറത്ത് അത്രയും സ്നേഹം കരുണയൊക്കെ ഉണ്ടെങ്കിൽ നീ വന്ന് നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തു മോനെ. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, കൃഷ്ണ അടുത്തേക്ക് പോവാണ്. എന്തേ? ആന്റിക്ക് വാക്ക് കൊടുത്തതാ. ഇത് തന്നെയാ മോനെ ഞാൻ അന്നും ചെയ്തത്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ എന്റെ സ്വന്തം മോനെ രക്ഷപ്പെടുത്തി മറ്റൊരാളുടെ മകനെ വിധിക്കായിട്ട് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞേനെ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നമ്മള് വലിയ വീട്ടിലെ ആൾക്കാരാണ്. അടുത്തുള്ളവന്റെ പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയിട്ടേ നമ്മൾ കഴിക്കാവൂ. നോക്കു മോനെ സൂര്യ, എന്നെ പറ്റി ഓർത്ത് നീ വേവലാതിപ്പെടുക വേണ്ട. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഹലോ ഹലോ, അച്ഛാ പ്ലീസ് ഫോൺ എടുക്ക. സ്വിച്ച് ഓഫ്.
ഹലോ സൂര്യ, ഗുഡ് ന്യൂസ്. നിന്റെ തന്തയുടെ കാര്യം തീർന്നു. ഒന്നിനെ രക്ഷിക്കുമ്പോ മറ്റൊന്ന് നഷ്ടപ്പെടും. നിന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താ പോലും നിനക്ക് കഴിയില്ല. ഞാൻ തന്നെ കത്തിക്കും. അച്ഛന്റെ 16 അടിയന്തരം വേണമെങ്കിൽ നീ നടത്തിക്കോടാ. കത്തിച്ച് കളയടാ. സൂര്യ,
പണിയാ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കും. അങ്ങേരെ വിട്ടേര്. നീ വലിയ വീട്ടിലെ പയ്യനല്ലേ, നിനക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. നീ ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ. ബേബി വാ വാടാ വാ. ബേബി ബേബി വേണ്ട. കർഷകരുടെ പത്രങ്ങളാണ്. ഇത് നിങ്ങളുടെ കൈ കൊണ്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. വജ്രമണി എഴുന്നേക്ക്. അച്ഛനും മകനും അവസാനം വരെ ശത്രുക്കളായിരുന്നു എന്ന പേര് എനിക്ക് ഒരിക്കലും വേണ്ട. അച്ഛാ, കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെ കൈ കൊണ്ട് ഒരു പ്രാവശ്യം പോലും ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കിത് വേണമെന്ന് തോന്നുന്നു. അച്ഛ എഴുന്നേക്കച്ഛ. അച്ഛ, അച്ഛൻ എന്ന വാക്കിന് കളങ്കമാകുന്ന രീതിയിലാണല്ലോ പെരുമാറിയത്. എന്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് നിങ്ങൾ തന്നേ. ഏതോ ആരോ ഒരുത്തനെ അച്ഛന്ന് അങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടി വന്നത്. എന്റെ മകൻ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ പേരക്കുട്ടിക്ക് നിങ്ങൾ അവനെ സൈക്കിൾ വിട്ടാൻ പഠിപ്പിക്കണം, നീന്തൽ പഠിപ്പിക്കണം, അവനെ തോളിലേറ്റിക്കൊണ്ട് നടക്കണം, ആഹാരം കൊടുക്കണം. ദേഷ്യമാണോ? എന്നോട് ദേഷ്യമാണോ എന്ന്? ആയിക്കോട്ടെ, ഇനി ഞാൻ വജ്രമണിന്ന് വിളിക്കില്ല. ഇനി ഞാൻ വജ്രമണിന്ന് വിളിക്കില്ല. സാറേ, സാറേ, എന്റെ മോൻ എന്നെ അച്ചാന്ന് വിളിക്കാനെന്ന് പറയാറില്ലേ? ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. അച്ചാന്ന് വിളിക്കണേ കേട്ടില്ലേ? മോനെ ഇതൊരു പ്രാവശ്യം അച്ചാന്നൊന്ന് വിളിച്ചേ. അച്ഛാ, ഒന്ന് എഴുന്നേക്ക് സാറേ. നീ എന്ത് തെറ്റാ ചെയ്തേ? പാവ കളിപ്പിക്കുന്ന ആള് മുകളിലല്ലേ ഉള്ളത്. അദ്ദേഹത്തിന് ആർക്ക് എന്ത് എപ്പോ കൊടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്താണ്, നിങ്ങളുടെ ആധാരമൊക്കെ എന്റെ മകൻ തിരിച്ചു തന്നു. പിന്നെന്താ, സന്തോഷമായിട്ടിരിക്കേ. ആ വരൂ വരൂ വരൂ. എന്തു പറ്റി? എല്ലാരും എങ്ങോട്ടായി പോകുന്നേ? കാശിരാമേശ്വരത്തേക്ക് പോവാ. ആ, നിങ്ങൾ എടുത്തിരിക്കുന്ന നല്ല തീരുമാനമൊക്കെയാ. പക്ഷെ ഒരു കാര്യം ചെയ്യേ, പറയൂ. നിങ്ങൾക്ക് പ്രായമായി. അതെ, ഈ പയ്യനെയും ആ പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചേക്കാം. പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോകാലോ. നല്ല കാര്യം പറഞ്ഞത്. കല്യാണം കഴിച്ചിട്ട് അവിടെ രണ്ടുപേരും സന്തോഷമായിട്ട് പറഞ്ഞു വിടുക, അല്ലാതെ കാശിരാമേശ്വരത്തേക്ക് അയക്കാം. എന്താ മോനെ? ഞാനിതിനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കായിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ സംസാരിച്ചു കഴിഞ്ഞു. നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചൂടെ? രണ്ടും ഒരുമിച്ച് നടത്താമല്ലോ. ആദ്യം അവൻ കഴിക്കട്ടെ. അവന്റെ ജീവിതം എങ്ങനെയോട് നോക്കിയിട്ട് പിന്നെ ഞാൻ കഴിക്കാം. സമ്മതിച്ചിരിക്കണ തന്നെ. നിങ്ങളുടെ മകള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു തന്നെ അവൾ ഞങ്ങളുടെ മരുമകളായി തീർന്നു. ഒരു നല്ല മുഹൂർത്തം നോക്കി നിങ്ങളുടെ കല്യാണം നടത്താം. അച്ഛാ, വാ, നമുക്ക് രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട്. എന്ത്? ഞങ്ങളുടെ കാലത്തിലുള്ള സ്റ്റെപ്പ് വേറെയാ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ സ്റ്റെപ്പ് വേറെയാ. നീ കളിച്ചോ മോനെ, ഞങ്ങള് കണ്ടോണ്ടിരിക്കാം. ക്ഷമിക്കുന്ന സ്റ്റെപ്പിന്റെ സന്തോഷത്തിൽ വേറെയല്ലേ. വാ വാ.